പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജലി. ഞാൻ പുന്നപ്ര സെൻറ്റ് ജോസഫ് ഫെറോണ ചർച്ചിൽ ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തെപ്പറ്റി അറിയുന്നത് 2017 നഴ്സിംഗ് പഠനത്തിന് പോകുന്ന സമയത്താണ്. ഞാൻ അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുകയും തുടർന്ന് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കാനും സാധിച്ചു. അതിനുശേഷം ഞാൻ ജോലിക്ക് വേണ്ടി പുറത്തേക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് പോയതിനാലും എനിക്ക് ഉടമ്പടി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം 2025 ഞാൻ ഓഗസ്റ്റിൽ ഇവിടെ വന്ന് ഉടമ്പടി വീണ്ടും എടുത്തു. ആ ടൈമിൽ ഞാൻ സൗദിയിലേക്ക് നോക്കുമായിരുന്നു പുറത്തേക്ക്. പ്രൊമട്രിക് എക്സാമിന് ഡേറ്റ് എടുത്തു. അന്ന് എക്സാമിന് പോയപ്പോൾ ഞാൻ കാശ് രൂപവും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്. ഹാളിലേക്ക് കയറിയപ്പോൾ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തും എനിക്കറിയാവുന്നതാണെങ്കിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടും അറിയാത്ത ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞാൻ അവിടെ സ്ക്രീനിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് എക്സാം കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് സമയം ഞാൻ പതുക്കെ വായിച്ചുകൊണ്ട് എനിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ എല്ലാ സ്പീഡിൽ ഓരോന്ന് വായിച്ച് ആൻസർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ച് വിടുമ്പോഴും ഞാൻ കുരിശ് വരയ്ക്കുന്നുണ്ടായിരുന്നു. കുരിശ് വരച്ച് ഓരോ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആക്കി പുറത്തിറങ്ങി. അപ്പം ഞാൻ അവിടെ ഇറങ്ങിയ സമയത്ത് ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിച്ചു, ഇനി എനിക്കൊരു എക്സാം എഴുതേണ്ട വരരുത്, ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചാണ് ഇറങ്ങിയത്. 1 മാസത്തിന് ശേഷം റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അതിനുശേഷം ഞാൻ കുറേ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തു. ഒരുപാട് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തെങ്കിലും ഒന്നിൻ്റെയും ഇൻ്റർവ്യൂ ഡേറ്റോ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റോ ഒന്നും വന്നില്ല. ഞാൻ ആഗ്രഹിച്ചത് MOU ഹോസ്പിറ്റലിൽ ഒരു ജോലി കിട്ടണമെന്നാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും അപ്ലൈ ചെയ്തത് അങ്ങനത്തെ വേക്കൻസി ആയിരുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അന്ന് ഞാൻ ഇവിടെ വന്ന് ആ സമയത്ത് തന്നെ എൻ്റെ അനിയനും ഒരു ജോലി എന്ന നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും പാസ്പോർട്ടും ഞാൻ അയച്ച MOUൻ്റെ വേക്കൻസിയും ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നു ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് 2-3 മാസമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെയും ഡേറ്റ് വരാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏജൻസിക്കാരെന്നോട് പറഞ്ഞു, ഇനിയും MOU നോക്കിയിരിക്കേണ്ട, നമുക്ക് പ്രൈവറ്റ് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ MOU എന്ന സ്വപ്നം എനിക്ക് മറക്കാൻ പറ്റണം, അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് മറന്നു പോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പ്രൈവറ്റിന് അപ്ലൈ ചെയ്തു. അങ്ങനെ പ്രൈവറ്റിനൊരു വേക്കൻസി വന്നു. അതിന് ഞാൻ ഇതുപോലെ തന്നെ നേർച്ച വസ്തുക്കളൊക്കെ കാശ് രൂപമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അതിനെനിക്ക് ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി. പക്ഷേ 2 മാസം കഴിഞ്ഞിട്ടും ഓഫർ ലെറ്റർ വരുന്നില്ല. അപ്പോഴും വീണ്ടും തടസ്സങ്ങളായിരുന്നു, ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഓഫർ ലെറ്റർ വരാതെ 2-3 മാസം വെയിറ്റ് ചെയ്തു. പിന്നെ ഏജൻസിക്കാരെന്നോട് പറയുകയാണ്, ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ടും ആ പ്രൈവറ്റിൻ്റെ വേക്കൻസി വരുന്നില്ലല്ലോ, നമുക്കൊന്നും കൂടെ വേണമെങ്കിൽ ആ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും നാൾ എക്സാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഡയറക്റ്റ് സൗദി പോയി വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് അവിടെ നിന്ന് ജോലി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചിട്ട് പോയി വീട്ടിലേക്ക്. അപ്പോൾ ഞാനൊരു വേക്കൻസി കാണുകയാണ്. ഞാൻ പണ്ട് മാതാവിനോട് ഞാൻ MOU എന്ന സ്വപ്നം മറക്കണമെന്ന് പറഞ്ഞത് കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ ആഗ്രഹിച്ച ആ വേക്കൻസി വീണ്ടും വേറൊരു ഏജൻസി വഴി ഞാൻ ആ വേക്കൻസി കാണുന്നു. അങ്ങനെ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ തന്നെ എൻ്റെ ഉടമ്പടി ജീവിതത്തെ വിലയിരുത്തി. ഞാൻ ചെറുപ്പം നാൾ മുതൽ മാതാവിനോടും ഈശോയോടും ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ എന്നാലും എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഒരുപാട് കുറവുകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ആ കുറവുകളെ ഞാൻ നികത്താൻ തുടങ്ങി. എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും ബൈബിൾ വായിക്കാനും അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ പൂർണ്ണ വിശ്വസ്തയോടെ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ഇതുവരെ അയച്ച ഒരു MOUനും ഇൻ്റർവ്യൂ ഡേറ്റ് വന്നില്ല. എന്നാൽ ഞാൻ അന്ന് അയച്ച ഇൻ്റർവ്യൂ ഡേറ്റിന് ഞാൻ ആഗ്രഹിച്ച അതേ ഹോസ്പിറ്റലിൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരിക. അന്ന് ചൊവ്വാഴ്ച ഏജൻസിക്കാരെന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അറ്റൻഡ് ചെയ്യുന്നോന്ന്. അപ്പം ഞാൻ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് 55 പേരിൽ 12 പേർക്ക് മാത്രമായിരുന്നു അന്ന് ആ ദിവസം ഇൻ്റർവ്യൂ. അങ്ങനെ ഞാൻ ഇതുപോലെ കാശ് രൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളുമായിട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ ചെന്ന സമയത്ത് തന്നെ ഞാൻ എന്താണോ പറയരുതെന്ന് ആഗ്രഹിച്ചത് അത് തന്നെ എൻ്റെ വായിൽ നിന്ന് വന്നു. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസാണ് അവർ ചോദിച്ചത്. അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ അല്ല ഞാൻ പറഞ്ഞത്, അതിനോട് സാമ്യമുള്ള എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. അതിനുശേഷം രണ്ടാമത് ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് അറിയാവുന്നതായിരുന്നു, അത് ഞാൻ പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി
ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അനിയനും ഒരു ജോലി നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ദിവസമായിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയ പാടെ തന്നെ അവൻ്റെ കാര്യം വിളിച്ച് തിരക്കിയപ്പോൾ അവന് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമായി, എനിക്കും മാതാവ് അത് തരും. എൻ്റെ റിസൾട്ട് അപ്പോൾ അറിയാൻ പറ്റില്ല, പക്ഷെ ഞാൻ വിശ്വസിച്ചു. അവന് എൻ്റെ അനിയന് കൊടുത്തെങ്കിൽ എനിക്കും മാതാവ്, ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് തരണമെന്ന് മാതാവിൻ്റെ ഈശോയുടെയും പദ്ധതിയാണ് അവിടെ നിറവേറുന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അവിടുന്ന് പോയി. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ അച്ഛനെ വന്ന് കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചിട്ടായിരുന്നു പോയത്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് സെലക്ഷൻ കിട്ടി. സാധാരണ ഒരു ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാലാണ് ഓഫർ ലെറ്റർ വരുന്നത്. എനിക്ക് സെലക്ഷൻ കിട്ടി അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് ഓഫർ ലെറ്ററും കിട്ടി. ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ ഞാൻ ആഗ്രഹിച്ച സ്ഥലമല്ല, ഞാൻ ആഗ്രഹിച്ചത് റിയാദായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയത് അബഹ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ആദ്യം എനിക്ക് കുറച്ച് നിരാശയായിരുന്നു. ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ ജീവിതത്തിൽ ഇന്നോളം തന്നിട്ടുള്ളത് ഈശോയും മാതാവും തന്നതെല്ലാം നല്ലതിന് വേണ്ടി മാത്രമായിരുന്നു. അപ്പോൾ എൻ്റെ ഹിതമല്ല, മാതാവിൻ്റെയും ഈശോയുടെയും ഹിതം നിറവേറണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ചൊവ്വാഴ്ചയാണ് ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് എല്ലാം ഒരുപാട് തടസ്സങ്ങളിൽ നിന്ന് വന്നാലും ഇത് കിട്ടി തുടങ്ങിയ ശേഷം പിന്നെ സമചുരുക്കത്തിൻ്റെ മാതാവ് എല്ലാം പെട്ടെന്നായിരുന്നു. ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് ഒരാഴ്ച തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. മെഡിക്കൽ എടുക്കാൻ ഞാൻ പോകുന്ന സമയത്ത് രാവിലെ ഞാൻ വെറുതെ ജസ്റ്റ് ഗൂഗിളിലൊന്ന് ആ സെൻറ്ററിനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ അവിടെ മെഡിക്കൽ എടുക്കുന്നവർക്കൊന്നും ഫിറ്റ്നസ് കിട്ടുന്നില്ല എന്ന്, എല്ലാ നെഗറ്റീവ് കമൻറ്റ് മാത്രം. അവിടെ പോയി മെഡിക്കൽ എടുത്താൽ നിങ്ങൾ ഫിറ്റ് ആവില്ല. അന്ന് രാവിലെയാണ് ഞാൻ പോകുന്നത്. എനിക്ക് സെൻറ്റർ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. തലേദിവസം ഞാൻ പ്രീ മെഡിക്കൽ എടുത്തപ്പോൾ എൻ്റെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറവായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ മെറിറ്റ് 0 ആണ്. ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന സെൻറ്ററിലെയും മെറിറ്റ് ഇല്ല. ഇനി മാതാവ് ഈശോയുടെയും കൃപയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സെലക്ഷൻ ഈ മെഡിക്കൽ ഫിറ്റ്നസ് കിട്ടത്തുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയി. ഓരോ ടെസ്റ്റ് എടുക്കുമ്പോഴും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി കാഷ്ട്യൂബും കയ്യിൽ പിടിച്ചുകൊണ്ടും തൈലം പൂശിയാണ് ഞാൻ ടെസ്റ്റ് എടുത്ത് ഇറങ്ങിയത്. അപ്പോൾ റിസൾട്ട് എപ്പോൾ വരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചൊവ്വാഴ്ച വരുമെന്ന്, പിറ്റേ ദിവസം തന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ എല്ലാ കാര്യങ്ങളും ചൊവ്വാഴ്ചയിലാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ പൂർണ്ണ വിശ്വാസത്തിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഡ്യൂട്ടി കഴിഞ്ഞ് വൈകിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞ മെസ്സേജാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം 2 ആഴ്ചക്കുള്ളിൽ തന്നെ വിസ വരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. വിസ വന്നു കഴിഞ്ഞപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു പെട്ടെന്ന് തന്നെ റിസൈൻ വെച്ചോ, ഇനിയിപ്പോൾ ഒട്ടും സമയം ഉണ്ടാവില്ല, ടിക്കറ്റ് പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് 2 വർഷമാകാൻ കുറച്ച് ദിവസമുണ്ട്, ഒരാഴ്ച 2 ആഴ്ചത്തെ ഗ്യാപ്പുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ചു, ഈശോയോടും മാതാവിനോടും എനിക്ക് കുറച്ച് ദിവസം കൂടെ സമയം നീട്ടിക്കിട്ടണം, എനിക്ക് 2 വർഷം കംപ്ലീറ്റ് ആയിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ തന്നെ 2 വർഷം കംപ്ലീറ്റ് ആയിട്ടാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഏപ്രിൽ 22-ാം തീയതി ഞാൻ ഇറങ്ങി. വീട്ടിൽ വന്ന് കുറച്ച് ദിവസം നിന്ന് മെയ് 10-ന്, ഇനി ഞായറാഴ്ചയാണ് എനിക്ക് പോകാനുള്ള ടിക്കറ്റ് വന്നേക്കുന്നത്. എൻ്റെ ഈശോയും മാതാവും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. അതിനെല്ലാത്തിനും നന്ദി പറയുകയാണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ വരും. ആ തടസ്സങ്ങൾ വരുമ്പോഴും നമ്മൾ ഈശോയുടെ മാതാവിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ സമചുരുക്കത്തിൻ്റെ മാതാവ് നമുക്ക് സമയമാകുമ്പോൾ അത് ഈശോയിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൃപാസന പത്രം പള്ളിയിലും അതുപോലെ ആശുപത്രിയിലും കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് കൊടുക്കുമ്പോൾ ഒരു ഇതായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. എനിക്ക് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് മാതാവ് പറഞ്ഞു തരണേ. അതുപോലെ എനിക്ക് സന്തോഷത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുമായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് സന്തോഷത്തോടെയാണ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ എൻ്റെ അവിടെയുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പറ്റുമ്പോഴൊക്കെ പൈസ കൊടുക്കുമായിരുന്നു. ഇതൊക്കെയാണ് ചെയ്തത്. ആത്മീയ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെറുപ്പത്തിൽ മാതാവിനോടൊരു സ്നേഹം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാലും ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ കൂടുതൽ ഈശോയുടെ മാതാവിനോട് വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിഞ്ഞു. ഇനിയും എൻ്റെ ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം 26-ാം തിരുവചനം അരുളി ചെയ്യുന്നു, യശ്രൂൺ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല, നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിയമാവർത്തന പുസ്തകത്തിൽ നാം കാണുന്ന ഈ ഒരു തിരുവചനത്തിൽ ഇസ്രായേൽ ജനതയെ ദൈവം വിളിക്കുന്ന ഓമന പേരാണ് യശ്രൂൺ. ബൈബിളിൽ 2 പ്രാവശ്യം മാത്രമേ നമുക്കിത് കാണാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് അഞ്ജലി ദാസ് ഒരു പുതിയ വ്യക്തിയായി നവീകരിക്കപ്പെട്ട് തൻ്റെ ഉടമ്പടി ജീവിതം തന്നെ എങ്ങനെ മാറ്റി, തൻ്റെ കൂദാശ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും എങ്ങനെ അഭിവൃദ്ധിപ്പെട്ടു, താൻ എങ്ങനെ ഇന്ന് ഈശോയുടെ മകളായി എന്നൊക്കെ നമ്മോട് തൻ്റെ അനുഭവത്തിലൂടെ പങ്കുവച്ചു.
എങ്ങനെയാണ് താൻ നവീകരിക്കപ്പെട്ട വ്യക്തിയായത്, ദൈവത്തെ സ്വന്തമാക്കിയത്? അതായത് ഇവിടെ ദൈവം നമ്മെ ദൈവത്തെ നാം ആത്മീയ സ്വത്താക്കി മാറ്റുകയാണ്. നമ്മുടെ ആത്മീയ സ്വത്തായി ദൈവത്തെ മാറ്റുന്ന ഉടമ്പടി അത്രയേറെ നമ്മുടെ സ്വന്തമാകുവാൻ ആഗ്രഹിക്കുന്ന ദൈവം കൂദാശ ജീവിതത്തിലൂടെ നാം അഭിവൃദ്ധിപ്പെടുമ്പോൾ ആ ദൈവം സന്തോഷിക്കുകയാണ്. ഇന്ന് യുവതി യുവാക്കളായ ഒത്തിരി മക്കൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ജീവിതം നയിച്ച് ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി മാറുന്നുണ്ട്. അത് നമ്മുടെ സമൂഹത്തിനും കുടുംബത്തിനും രാജ്യത്തിനുമൊക്കെ അവർ ഏറ്റവും അമൂല്യരായ വ്യക്തികളായി മാറുമ്പോൾ തീർച്ചയായും നമ്മുടെ സാമൂഹ്യ സുസ്ഥിതി അത് കൂടുതൽ ബലപ്പെടുകയാണ്. ഇതിനൊക്കെ ഈ ഉടമ്പടി കാരണമാകുന്നുണ്ട്. എത്രയോ മാതാപിതാക്കൾ ഇന്ന് സന്തോഷിക്കുന്നുണ്ട് തങ്ങളുടെ മക്കളെക്കുറിച്ച്, അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച്. ഇന്ന് ഓരോ കുഞ്ഞും ഓരോ യുവതിയും യുവാവും അവർ വഴിതെറ്റിപ്പോകുമ്പോൾ, അവരിന്ന് പലതരത്തിലുള്ള ദുശീലങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ തീർച്ചയായും കൃപാസനത്തെക്കുറിച്ച് അറിയുന്ന മാതാപിതാക്കൾ തീർച്ചയായും കൃപാസനത്തിലേക്ക് ഓടി വരൂ. അവർക്കറിയാം അവരെ വിളിക്കുന്ന അവർ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. നമ്മോടിപ്പോൾ ബൈബിളിലൂടെ സംസാരിച്ചതുപോലെ, യശ്രൂൺ, നിൻ്റെ ദൈവത്തെ പോലെ ആരുമില്ല, നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. അത് തനിക്ക് മനസ്സിലായി. തൻ്റെ സൗദി MOU ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കുന്നതിന് ഈ മകൾക്ക് കിട്ടിയ ഇൻ്റർവ്യൂ, പിന്നീട് ആ ഇൻ്റർവ്യൂ എക്സാം എങ്ങനെ സെലക്ഷൻ കിട്ടുന്നു, അതൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. താൻ അവിടെ 0 ആയി എന്നാണ് പറയുക. എന്നാൽ ആ 0 താനാകുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഈശോ ഹീറോയാകുമെന്ന് അഞ്ജലി മനസ്സിലാക്കി. അത് അഞ്ജലി ഇവിടെ പറയുകയും ചെയ്തു. അങ്ങനെ അഞ്ജലിയുടെ ജീവിതം ആ 0യിൽ നിന്ന് ഇന്ന് എടുത്തുയർത്തിയ അനുഭവവും, പിന്നീട് എങ്ങനെയാണ് മെഡിക്കൽ ഫിറ്റ്നസ് തനിക്ക് കിട്ടിയത്, അവിടെയുമൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഈ മകൾ അനുഭവിച്ചു. എന്നാൽ അവിടെയൊക്കെ എങ്ങനെ കർത്താവ് ഈ മകളെ വിഹായസിലൂടെ സഞ്ചരിച്ച് മേഘത്തിന്മേൽ എഴുന്നള്ളി വന്ന് അവിടുന്ന് എങ്ങനെയാണ് അഞ്ജലിക്ക് തുണയായതെന്ന് നാം കേൾക്കുകയുണ്ടായി. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കും. നാം ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിന്നാൽ. എനിക്ക് കുറവുകളുണ്ടായി എന്ന് അഞ്ജലി പറയുന്നു. ഞാൻ ആദ്യം ഉടമ്പടി എടുത്തു, ഞാൻ അതിലെ വിശ്വസ്തത കാണിച്ചില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഉഴപ്പി. എന്നാൽ ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇന്ന് എനിക്കറിയാം എന്താണ് ഉടമ്പടി ജീവിതമെന്ന്. ഇത് മനസ്സിലാക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ഓരോ മക്കളും നമുക്ക് ദൈവിക കൃപയുടെ നിറവുകളാണ്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.